ഇന്നലെ നാലമ്പലത്തിനകത്തേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ നമ്മൾ കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് ഒന്ന് കാതോർത്ത് കഴിഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു അശരീരി നമ്മുടെ കാതുകളിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ അമരപ്രഭു മാത്രമല്ല മരപ്രഭുവും കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീലകത്ത് നിൽക്കുക നമ്മുടെ ഗുരുവായൂരപ്പൻ മരപ്രഭുവായിട്ട് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുള്ള വിശേഷപ്പെട്ട ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. ഏറെ നാളുകൾക്ക് ശേഷമാണ് മരപ്രഭു അലങ്കാരമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സന്തോഷവും ഒരു കൗതുകവും ഒക്കെ ഇന്നലെ തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു അലങ്കാരം കണ്ടു തൊഴുന്ന സമയത്ത്. 2 തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഭഗവാന്. ഒരെണ്ണം തെച്ചിയിൽ ഇങ്ങനെ വെളുത്ത കുത്തുകുത്തുകൾ പോലെ നന്ദ്യാർ വട്ടപ്പൂക്കൾ കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു. വേറൊരെണ്ണം തെച്ചിപ്പൂക്കൾ കൊണ്ട് മാത്രമായിട്ട് കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ 2 ഉണ്ടമാലകളുണ്ട്. ഭഗവാന്റെ ദേഹത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് താമരയും തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു. പിന്നെ ഒരു ഉണ്ടമാല താമരയും പിന്നെ തെച്ചിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു. അതിന് നടുക്കാണ് മരപ്രഭുവായിട്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നെറ്റിയിലൊരു ഗോപി തിലകമൊക്കെ ചാർത്തിയിട്ട് വലിയ കാതുപൂക്കളൊക്കെ ആയിട്ട് ഭഗവാന്റെ ശിരസ്സാണ് മുകളിലെ താഴോട്ട് ഒരു മരത്തിൻ്റെ രൂപത്തിലാണ്. ശരിക്കും കേശവനടുത്തുള്ള മരപ്രഭുവിൻ്റെ ആ ഒരു പ്രതിമ എങ്ങനെയാണ് അതേപോലെ തന്നെ ശിരസ് ഭഗവാന്റെയും ഉടലെ ഒരു മരത്തിൻ്റെയും രൂപത്തിലാണ് ചാർത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മരപ്രഭുവിനെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ചൊല്ലേണ്ട ഒരു നാമത്തെക്കുറിച്ച് പറയാറുണ്ട്. ബ്രഹ്മാണ്ഡ സർവവും ജഡരേ വഹിക്കുമേ സകല മരാമര പ്രഭുവേ പ്രണാമം. അങ്ങനെ തന്നെ നമുക്ക് ജപിച്ചുകൊണ്ട് നമ്മുടെ ഗുരുവായൂരപ്പനെ നന്നായി ഒന്ന് തൊഴുത് എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ആ ഒരു രൂപം മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗുരുവായൂരപ്പനെ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ.